Hello students, welcome back to my channel. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ IEEE 802.15.4. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയാണ്. ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ലെയറിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് മുന്നേ നമ്മൾ പ്രോട്ടോകോൾ സ്റ്റാക്സ് ഏതൊക്കെയാണ്, സിഗ്ബി, 6 ലോപാൻ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ 802.15.4 ഫിസിക്കൽ ലെയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അടുത്തൊരു ടോപ്പിക്കാണ് 802.15.4 മാക് ലെയർ ആണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബാക്കി പോർഷനാണ്. ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്, വലിയ ആൻസറാണ്. നിങ്ങൾക്ക് 11 മാർക്സിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മാക് ലെയർ എന്താണെന്ന് പറയുന്നത്. സോ ദ IEEE 802.15.4 MAC layer manages access to the PHY channel by defining how devices in the same area will share the frequencies allotted. ഓക്കെ, IEEE 802.15.4 മാക് ലെയർ. മാക് എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം ആക്സസ് കൺട്രോൾ അല്ലേ? അപ്പോൾ ആ ഒരു മാക് ലെയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു ഭാഗമാണ് മാക് ലെയർ എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പ്രൈമറി ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ലോ റേറ്റ് അതുപോലെ വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സിന് വേണ്ടിയാണ്. ഇത് ശരിക്കും ഈ ഒരു മാക് ലെയർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിസം ഫോർ മാനേജിങ് ആക്സസ് ടു ദ ഫിസിക്കൽ ചാനൽ. അതായത് നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഫിസിക്കൽ ചാനലിന് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന മാക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ തമ്മിൽ കൊണ്ടുവരും വിത്തിൻ ദ സെയിം നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിലുള്ള ഡിവൈസുകൾ തമ്മിൽ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ ലെയറിലേക്ക് ഫിസിക്കൽ ചാനലിലേക്കുള്ള ഒരു ആക്സസ് മാനേജ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഒക്കെയാണ് മാക് ലെയർ ചെയ്യുന്നത്. So the 802.15.4 MAC layer performs the following task. ഇനി ഈ പറയുന്ന ഈ മാക് ലെയറിൻ്റെ ടാസ്കുകൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ്? നെറ്റ്വർക്ക് ബീക്കണിംഗ് ഫോർ ഡിവൈസസ് ആക്ടിംഗ് ആസ് കോർഡിനേറ്റേഴ്സ്, പാൻ അസോസിയേഷൻ ആൻഡ് ഡിസ്അസോസിയേഷൻ ബൈ എ ഡിവൈസ്, ഡിവൈസ് സെക്യൂരിറ്റി, റിലയബിൾ ലിങ്ക് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 peer മാക് എൻറ്റിറ്റീസ്. എന്തൊക്കെയാണിതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് നെറ്റ്വർക്ക് ബീക്കണിംഗ് ഫോർ കോർഡിനേറ്റേഴ്സ്. എന്താണ് ആക്ച്വലി ബീക്കൺ എന്ന് പറഞ്ഞാൽ? ബീക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിം ആണ്, ഒരു ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ഫ്രെയിംസ് ആണ്. ഈ നെറ്റ്വർക്ക് കോർഡിനേറ്റേഴ്സ് സെൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിംസിനെയാണ് ബീക്കൺ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെറ്റ്വർക്ക് ബീക്കണിംഗ് ഫോർ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കോർഡിനേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് ഡിവൈസുകൾ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ബീക്കൺ ഫ്രെയിംസിനെ പീരിയോഡിക്കലി ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബീക്കൺസിനെ ഹെൽപ്പ് ചെയ്യും മറ്റ് ഡിവൈസുകളെ എന്തിന്? ടു സിങ്ക്രണൈസ് ആൻഡ് മാനേജ് നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനും സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി ഡിവൈസുകളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബീക്കൺസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് കോർഡിനേറ്റേഴ്സ് പീരിയോഡിക്കലി ബീക്കൺ ഫ്രെയിംസിനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ബീക്കൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിവൈസുകളെ സിങ്ക്രണൈസ് ചെയ്യാനും നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാണ് നെറ്റ്വർക്ക് ബീക്കണിംഗ് ഫോർ കോർഡിനേറ്റേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് ആണ് പാൻ അസോസിയേഷൻ ആൻഡ് ഡിസ്അസോസിയേഷൻ. അതെന്താണ് അസോസിയേഷൻ ആൻഡ് ഡിസ്അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിവൈസുകളെ എന്താണ് ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നതിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഒരു പാൻ ഏരിയ നെറ്റ്വർക്ക് പാൻ ഉണ്ടാവും. ആ നെറ്റ്വർക്കിലേക്ക് ഒരു ഡിവൈസിന് ജോയിൻ ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്നതിന് അസോസിയേഷൻ എന്ന് പറയും. ഇനി എ ഡിവൈസ് സെൻസ് ആൻ അസോസിയേഷൻ റിക്വസ്റ്റ് ഒരു പാൻ കോർഡിനേറ്ററിലേക്ക് ഒരു ഡിവൈസ് ഒരു അസോസിയേറ്റ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് അങ്ങ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് റെസ്പോൺസ് ആയിട്ട് എന്തായിരിക്കും വരുന്നത്? അസോസിയേഷൻ റെസ്പോൺസ് ആയിട്ട് വരുന്നത് ആ ഒരു ഡിവൈസ്. എന്നിട്ട് ആ ഒരു കോർഡിനേറ്റർ റെസ്പോണ്ട് ചെയ്യും. അസോസിയേഷൻ റെസ്പോൺസ് തിരിച്ചു കൊടുക്കും. അതായത് നിങ്ങൾ ജോയിൻ ചെയ്തു ആ ഒരു രീതിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എന്തായിരിക്കും ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞു. മറ്റേതപ്പോൾ എന്തായിരിക്കും? ലീവ് ചെയ്യുന്നത്. പാനിൽ നിന്ന് ആ ഡിവൈസ് ലീവ് ചെയ്യാൻ വേണ്ടിയുള്ളതിനാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ബൈ ഏതർ ദ ഡിവൈസ് ഓർ ദ കോർഡിനേറ്റർ. അപ്പോൾ ആ ഡിവൈസ് അല്ലെങ്കിൽ കോർഡിനേറ്റർക്ക് ആ ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഡിസോസിയേഷൻ. അപ്പോൾ അത് ആ ഡിവൈസിന് തന്നെ വേണമെങ്കിൽ ഇറങ്ങി പോകാൻ വേണ്ടി ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ആ കോർഡിനേറ്റർ നെറ്റ്വർക്ക് കോർഡിനേറ്റർക്ക് വേണമെങ്കിലും അത് ചെയ്യാം. അപ്പോൾ അതിനാണ് പാൻ അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിവൈസ് സെക്യൂരിറ്റി. എന്താണ് ഡിവൈസ് സെക്യൂരിറ്റി? ഇത് നോക്കാം. അതായത് ഈ ഡിവൈസുകൾ തമ്മിൽ
എക്സ്ചേഞ്ച് ചെയ്യുന്ന മെസ്സേജസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഒതൻറ്റിസിറ്റി ഇതെല്ലാം എൻഷുർ ചെയ്യുന്നതിനാണ് ഡിവൈസ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മെക്കാനിസത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? എൻക്രിപ്ഷൻ, ഒതൻറ്റിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സെക്യൂരിറ്റി മെക്കാനിസത്തിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ് സെക്യൂരിറ്റിനെ കുറിച്ച് പറയാം. ഇനി അടുത്താണ് റിലയബിൾ ലിങ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എൻഷുർ ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്മിറ്റ് ബിറ്റ്വീൻ 2 peer MAC എൻറ്റിറ്റീസ് ഡിവൈസസ് ഈസ് റിലയബിൾ. അതായത് 2 MAC എൻറ്റിറ്റീസ് അല്ലെങ്കിൽ 2 ഡിവൈസുകൾ തമ്മിൽ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് അത് റിലയബിൾ ആണ് എന്ന് എൻഷുർ ചെയ്യുന്ന ആളാണ്. അതിനെയാണ് റിലയബിൾ ലിങ്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ശരിക്കും എറർ ഡിറ്റക്ഷൻ, അക്നോളജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ റിലയബിൾ ലിങ്ക് കമ്മ്യൂണിക്കേഷൻസിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് MAC ഫ്രെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The MAC layer achieves this task by using various predefined frame layers. അപ്പോൾ ഈ MAC layer എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടാസ്കുകളാണ് പറഞ്ഞത്. ഈ ടാസ്കുകളെല്ലാം അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ടാസ്കുകളെല്ലാം അച്ചീവ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രെയിം പ്രീഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ടൈപ്സ് വെച്ചിട്ടാണ് ഈ ടാസ്കുകളെല്ലാം അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രെയിം ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 4 types of MAC frames ആണ് ഉള്ളത്. ആ സ്പെസിഫൈഡ് ഇൻ 802.15.4 4 ടൈപ്പ് ഓഫ് MAC ഫ്രെയിംസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഡാറ്റ ഫ്രെയിംസ്, ബീക്കൺ ഫ്രെയിം, അക്നോളജ്മെൻറ്റ് ഫ്രെയിം, MAC കമാൻഡ് ഫ്രെയിം. അപ്പോൾ ഈ ഫ്രെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ഓൾ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ. അതായത് അതിൻ്റെ ഈ ഡാറ്റ ട്രാൻസ്ഫർ ഡിവൈസുകൾ തമ്മിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്തും ആ കമ്മ്യൂണിക്കേഷൻ്റെയും ഡാറ്റ ട്രാൻസ്ഫർ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഡാറ്റ ഫ്രെയിമാണ്. ബീക്കൺ ഫ്രെയിം എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ബീക്കൺ ഫ്രം എ പാൻ കോർഡിനേറ്റർ. ഒരു പാൻ കോർഡിനേറ്ററിൽ നിന്ന് ബീക്കൺ ഫ്രെയിംസിൻ്റെ ട്രാൻസ്മിഷൻ, അത് ബീക്കൺസിൻ്റെ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബീക്കൺ ഫ്രെയിം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അക്നോളജ്മെൻറ്റ് ഫ്രെയിം. കൺഫേം സക്സസ്ഫുൾ റിസപ്ഷൻ ഓഫ് ഫ്രെയിം. അതായത് ഒരു സെൻഡർ ഒരു ഫ്രെയിം അയച്ചു കഴിഞ്ഞാൽ, ഒരു സെൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? അക്നോളജ് ചെയ്യും. അതായത് അവർ ഓക്കെ നിങ്ങൾ അയച്ചു തന്ന ഫ്രെയിം അവിടെ കിട്ടി, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു അക്നോളജ്മെൻറ്റ് അവർക്ക് അയച്ചു കൊടുക്കും. അതാണ് അക്നോളജ്മെൻറ്റ് ഫ്രെയിം. റെസ്പോണ്ട് ചെയ്യുന്ന ഓക്കെ നിങ്ങളുടെ സാധനം ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പം സെൻഡറിന് മനസ്സിലാവും അവർ അയച്ച സാധനം അവിടെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. അതിനാണ് അക്നോളജ്മെൻറ്റ് ഫ്രെയിം അയക്കുന്നത്. അപ്പോൾ അത് അക്നോളജ്മെൻറ്റ് ആരാണ് അയക്കുന്നത്? ഈ പറയുന്ന സെൻഡർ റിസീവർക്ക് കൊടുക്കും. റിസീവർക്ക് ആ സാധനം കിട്ടിയപ്പോൾ റിസീവറാണ് അക്നോളജ്മെൻറ്റ് ഫ്രെയിം അയച്ചു കൊടുക്കുന്നത്. അടുത്താണ് MAC കമാൻഡ് ഫ്രെയിം. റെസ്പോൺസീവ് ഫോർ കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസുകൾ തമ്മിലുള്ള കൺട്രോൾ കമ്മ്യൂണിക്കേഷനൊക്കെ റെസ്പോൺസിബിൾ ആണ് MAC കമാൻഡ് ഫ്രെയിം. അപ്പോൾ ഇത്രയും ഫ്രെയിംസ് ആണ്. 4 types ഓഫ് MAC ഫ്രെയിംസ് ആണ് 802 ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ അകത്ത് നമ്മുടെ 802.15.4 സ്റ്റാൻഡേർഡിൻ്റെ അകത്ത് പറയുന്നത്. Each of these 4 frame types follows the frame format shown in figure. അപ്പോൾ ഈ ഒരു ഫിഗറിലുള്ള ഒരു ഫോർമാറ്റിലാണ് ഈ പറയുന്ന 4 ഫ്രെയിം ടൈപ്സും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഫ്രെയിം കൺട്രോൾ 2B, സീക്വൻസ് നമ്പർ 1B, അതുപോലെ 4 to 20 ബൈറ്റ്സിൻ്റെ അകത്ത് അഡ്രസ്സിംഗ് ഫീൽഡുകൾ വരും. ദെൻ വേരിയബിൾസ് വരും. അഡ്രസ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സെൻഡർ ഒരു സെൻഡർ ആർക്കാണ് അയക്കുന്നത് അവരുടെ അഡ്രസ്സും അതുപോലെ തന്നെ സെൻഡ് ചെയ്ത ആളുടെ അഡ്രസ്സും അങ്ങനെയുള്ളതെല്ലാം ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് അഡ്രസ്സിംഗ് ഫീൽഡ്. ഡെസ്റ്റിനേഷൻ പാൻ ഐഡൻറ്റിഫയർ, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, സോഴ്സ് പാൻ ഐഡൻറ്റിഫയർ, സോഴ്സ് അത് ഡെസ്റ്റിനേഷൻ അവരുടെ പാൻ ഐഡൻറ്റിഫയറും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സും, സോഴ്സ് ആരാണോ അയച്ചത് അവരുടെ പാൻ ഐഡൻറ്റിഫയറും സോഴ്സ് അഡ്രസ്സും. പിന്നെ വേരിയബിളിൻ്റെ അകത്ത് ഫ്രെയിം പേലോഡ്, അതായത് ആക്ച്വൽ ഡാറ്റ, അതിനാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ കൺട്രോൾസ് അങ്ങനെയുള്ള കമാൻഡ് അതെല്ലാം ഫ്രെയിം പേലോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുണ്ട്. ദെൻ ഫ്രെയിം ചെക്ക് സീക്വൻസ് ഉണ്ട്, ഫ്രെയിം ചെക്ക് ചെയ്യുന്ന സീക്വൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഡയഗ്രത്തിനകത്ത്. സോ MAC ഹെഡർ, MAC പേലോഡ്, MAC ഫൂട്ടർ, ഈ ഒരു ഡയഗ്രാം നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വരച്ച് വെക്കണം. ഓക്കെ, നമ്മൾ ഫിസിക്കൽ ലെയറിൻ്റെ അകത്തും ഒരു ഡയഗ്രാം ഉണ്ട്, MAC ലെയറിൻ്റെ അകത്തും ഡയഗ്രാം വരുന്നുണ്ട്. അതുപോലെ ഒരു ഫിസിക്കൽ ഫ്രെയിം നമ്മൾ പഠിച്ചാണല്ലോ, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണ്. ആ ഡയഗ്രാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രിയാമ്പിൾ, സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റ്, ഫ്രെയിം ലെങ്ത്ത്, ദെൻ PSDU, ഈ ഉള്ള കാര്യങ്ങളൊക്കെയാണ് PHY ഫ്രെയിമിൻ്റെ അകത്ത് വരുന്നത്. സോ അതുമായിട്ട് എങ്ങനെയാണ് ഈ രണ്ട് MAC ലെയറും നമ്മുടെ ഫിസിക്കൽ ലെയറും ഒരുമിച്ചാണ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പോർഷനാണ്. അത് കഴിഞ്ഞ് രണ്ടാമതാണ് പ്രിയാമ്പിൾ, അതൊക്കെയാണ് ഫിസിക്കൽ ലെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. മേളത്ത് MAC ലെയർ ആണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് അവർ ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഡ്രോയിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദ 802.15.4 MAC frame can be broken down into the MAC header, MAC payload and MAC footer field. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ MAC ഫ്രെയിമിനെ നമുക്ക് 3ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഹെഡർ, MAC ഹെഡർ ഉണ്ട്, MAC payload, MAC footer.
മാക് ഹെഡർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് ഓഫ് മാക് ഹെഡറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഫ്രെയിം കൺട്രോൾ ഉണ്ട്, സീക്വൻസ് നമ്പർ ഉണ്ട്, അതായത് അതിനെ കണ്ടുപിടിക്കുന്ന ഒരു സീക്വൻസ് നമ്പർ കാണും. ദെൻ ഫ്രെയിമിൻ്റെ കൺട്രോൾസ് കാണും, കമാൻഡ്സ് അല്ല, ദെൻ അഡ്രസ്സിംഗ് ഫീൽഡുകൾ കാണും. അതുപോലെ തന്നെ ഫ്രെയിം കൺട്രോൾ ഫീൽഡ് ഡിഫൈൻസ് ആട്രിബ്യൂട്ട്സ് സച്ച് ഫ്രെയിം ടൈപ്പ്, അഡ്രസ്സിംഗ് മോഡ്സ് ആൻഡ് അതർ കൺട്രോൾ ഫ്ലാഗ്. ഫ്രെയിം കൺട്രോൾസിൻ്റെ അകത്തായിരിക്കും അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഫ്രെയിം ടൈപ്പ് എന്താണ്, അഡ്രസ്സിംഗ് മോഡുകൾ, അതുപോലെ കൺട്രോൾ ഫ്ലാഗ്, ഇതെല്ലാം ഇത് പറയുന്ന ഫ്രെയിം കൺട്രോളിൻ്റെ ഫീൽഡിൻ്റെ അകത്തായിരിക്കും കൊടുത്തേക്കുന്നത്. സീക്വൻസ് നമ്പർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഐഡൻറ്റിഫൈ ഫോർ ദ ഫ്രെയിം. അഡ്രസ്സിംഗ് ഫീൽഡ് സ്പെസിഫൈസ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ പാൻ ഐഡൻറ്റിഫൈ ഫീൽഡ്സ് ആസ് വെൽ എസ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഫീൽഡ്സ്. ഇനി മാക് പേലോഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വേരീസ് ബൈ ഇൻഡിവിജ്വൽ ഫ്രെയിം. ഓരോ ഫ്രെയിം ടൈപ്പ് വെച്ചിട്ട് ഈ പറയുന്ന പേലോഡ് ഫീൽഡ് വേരി ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ബീക്കൺ ഫ്രെയിംസ് ഹാവ് സ്പെസിഫിക് ഫീൽഡ് ആൻഡ് പേലോഡ് റിലേറ്റഡ് ടു ബീക്കൺസ് വൈൽ മാക് കമാൻഡ് ഫ്രെയിംസ് ആർ ഡിഫറെൻറ്റ് ഫീൽഡ്സ് പ്രസൻറ്റ്. ഇപ്പോൾ ബീക്കൺ ഫ്രെയിംസിനാണെങ്കിൽ സ്പെസിഫിക് ഫീൽഡ് കാണും, പേലോഡ്സ് റിലേറ്റഡ് ടു ബീക്കൺ ആയിരിക്കും. അതുപോലെ മാക് കമാൻഡ് ഫ്രെയിംസ് ആണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് ഫീൽഡ് പ്രസൻറ്റ് ഉണ്ട്. ദ മാക് ഫൂട്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നത്തിങ് മോർ ദാൻ എ ഫ്രെയിം ചെക്ക് സീക്വൻസ്. ഒരു FCS ഫ്രെയിം ചെക്ക് സീക്വൻസ് ആയിരിക്കും മാക് ഫൂട്ടർ ഫീൽഡിൻ്റെ അകത്ത് വരുന്നത്. FCS എന്താ ചെയ്യുന്നത്? കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ഡാറ്റ ഇൻ ദ ഫ്രെയിം ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ റിസീവിംഗ് സൈഡ് ടു കൺഫേം ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡാറ്റ ഇൻ ദ ഫ്രെയിം. ഫ്രെയിമിൻ്റെ അകത്ത് ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്പോണൻ്റ് ആണ് FCS എന്ന് പറയുന്നത്. ഇനി അടുത്താണ് 802.15.4ൻ്റെ ടോപ്പോളജി. അടുത്തൊരു ടോപ്പിക്കാണ് ടോപ്പോളജി. അപ്പം അതും കൂടെ നോക്കാം. IEEE 802.15.4 ബേസ്ഡ് നെറ്റ്വർക്ക് ക്യാൻ ബി ബിൽഡ് എ സ്റ്റാർ, പിയർ ടു പിയർ ഓർ മെഷ് ടോപ്പോളജി. അപ്പോൾ അതിന് നമുക്ക് സ്റ്റാർ ടോപ്പോളജി കൊടുക്കാം, പിയർ ടു പിയർ അല്ലെങ്കിൽ മെഷ് ടോപ്പോളജീസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എവറി 802.15.4 പാൻ ഷുഡ് ബി സെറ്റപ്പ് വിത്ത് യൂണീക്ക് ID. അപ്പോൾ എല്ലാത്തിനും ഒരു യൂണീക്ക് ID ഉണ്ടാവും. ഓൾ ദി നോട്ട്സ് ഇൻ ദ സെയിം 802.15.4 നെറ്റ്വർക്ക് ഷുഡ് യൂസ് ദ സെയിം പാൻ ID. അപ്പോൾ ഒരു സെയിം നെറ്റ്വർക്കിൻ്റെ അകത്ത് വരുന്ന എല്ലാ നോഡുകൾക്കും സെയിം പാൻ ID ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ ഫിഗർ ആണ് കാണിക്കുന്നത്. എക്സാമ്പിൾ ഓഫ് മെഷ് നെറ്റ്വർക്ക് വിത്ത് എ പാൻ ID ഓഫ് 1. അപ്പോൾ പാൻ ID 1 ഉള്ള ഒരു മെഷ് നെറ്റ്വർക്കിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചേക്കുന്നത്. സോ അതിനകത്ത് ഡാർക്ക് കളേഴ്സ് ആയിട്ട് വരുന്ന പാൻ കോർഡിനേറ്റർ ആണ്, കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ഫുൾ ഫംഗ്ഷൻ ഡിവൈസുകളാണ്. ഇനി റിഡ്യൂസ് ഫംഗ്ഷൻ ഡിവൈസ് ആണ് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള കളറിൽ കാണിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫുൾ ഫംഗ്ഷൻ ഡിവൈസസ് FFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് റിഡ്യൂസ്ഡ് ഫംഗ്ഷൻ ഡിവൈസസ് RFDs ആർ ഡിഫൈൻഡ് ഇൻ IEEE 802.15.4. A minimum of one FFD acting as a PAN coordinator is required to deliver services that allow other devices to associate and form a cell or PAN. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഈ FFDസും RFDസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് FFD ഒരെണ്ണമെങ്കിലും വേണം. അപ്പം മിനിമം ഓഫ് 1 FFD ആക്ടിങ് ആസ് എ പാൻ കൊണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഫുൾ ഫംഗ്ഷൻ ഡിവൈസ് FFD ആണ് പാൻ കോർഡിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും? റിക്വയർഡ് ടു ഡെലിവർ സർവീസസ് ദാറ്റ് അലോ അതർ ഡിവൈസ് ടു അസോസിയേറ്റ് ആൻഡ് ഫോം എ സെൽ ഓർ പാൻ. അപ്പം ഇതെന്താണ്? മറ്റ് ഡിവൈസുകൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ഡിവൈസുകളിലേക്ക് സർവീസസ് ഡെലിവർ ചെയ്യുന്നയാളാണ് ഈ പറയുന്ന നെറ്റ്വർക്ക് കോർഡിനേറ്റർ. അപ്പം റിക്വയർഡ് ടു ഡെലിവർ സർവീസസ് ദാറ്റ് അലോ അതർ ഡിവൈസ് ടു അസോസിയേറ്റ് ആൻഡ് ഫോം എ സെൽ ഓർ പാൻ. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പം മറ്റ് ഡിവൈസുകളിലേക്ക് ഈ പറയുന്ന സർവീസസ് ഒക്കെ ഡെലിവർ ചെയ്തിട്ട് അവരൊരു സെൽ അല്ലെങ്കിൽ ഒരു പാനിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്ത് ഫോം ആവും. ഇനി ഇൻ ഫിഗർ എ സിംഗിൾ പാൻ കോർഡിനേറ്റർ ഈസ് ഐഡൻറ്റിഫൈഡ് ഫോർ പാൻ ID. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് സിംഗിൾ പാൻ കോർഡിനേറ്റർ ആണ് പാൻ ID 1 എന്ന് പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ FFD ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ ഡിവൈസസ്. FFD ഡിവൈസിന് ഏത് ഡിവൈസുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ RFD ഡിവൈസിന് കമ്മ്യൂണിക്കേറ്റ് ഓൺലി വിത്ത് FFDക്ക് ആരോട് ഏത് ഡിവൈസിനെ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. RFDക്ക് പക്ഷേ FFDയോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ലാസ്റ്റ് ടോപ്പിക്കാണ് 802.15.4ൻ്റെ സെക്യൂരിറ്റിനെ കുറിച്ച് പറയാം. അപ്പോൾ സെക്യൂരിറ്റി എനേബിൾഡ് ബിറ്റ് ഇൻ ഫ്രെയിം കൺട്രോൾ സെറ്റ് ടു 1. അതായത് ഈ ഒരു ഫ്രെയിം ബിറ്റ് എപ്പോഴാണ് സെക്യൂരിറ്റി എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ബിറ്റ് ഇൻ ഫ്രെയിം കൺട്രോളിൻ്റെ അകത്ത് ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് സെക്യൂരിറ്റി എനേബിൾ ചെയ്തു എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ ഫീൽഡ് ഇസ് ആഡ് ടു മാക് ഫ്രെയിം. മാക് ഫ്രെയിമിലേക്കായിരിക്കും ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ ഫീൽഡ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നേരത്തെ കണ്ട ഒരു ഡയഗ്രാമാണ് അല്ലേ, മാക് ലെയറിൻ്റെ ഒരു ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. ദ IEEE 802.15.4 സ്പെസിഫിക്കേഷൻ യൂസസ് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ്. AEC സ്റ്റാൻഡേർഡ്സ് ആണ്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കേഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് സെക്യൂരിറ്റിക്ക് വിത്ത് 128 ബിറ്റ് കീ ലെങ്ത് ആസ് ദ ബേസ് എൻക്രിപ്ഷൻ അൽഗോരിതം ഫോർ സെക്യൂറിങ് ഇറ്റ്സ് ഡാറ്റ. ഡാറ്റനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി ബേസ് എൻക്രിപ്ഷൻ അൽഗോരിതമായിട്ട് 128 ബിറ്റ് കീ ലെങ്ത് ഉള്ള ഒരു അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്
യൂസ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു എൻക്രിപ്റ്റിംഗ് ദ ഡാറ്റ, AES ഓൾസോ വാലിഡേറ്റ് ദ ഡാറ്റ ദാറ്റ് ഇസ് സെൻഡ്. അതുപോലെ തന്നെ ഇപ്പോൾ AES ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഡാറ്റ സെൻഡ് ചെയ്ത ഡാറ്റയെ വാലിഡേറ്റ് ചെയ്യുന്നതും ആരാണ്? AES ആണ്. അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ് വാലിഡേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ എ മെസ്സേജ് ഇൻറ്റഗ്രേറ്റിംഗ് കോഡ്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് AES ആണ് വാലിഡേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, സെൻഡ് ചെയ്ത ഡാറ്റനെ. ആ ഒരു കാര്യം അക്കംപ്ലിഷ് ചെയ്യുന്നത് MIC, മെസ്സേജ് ഇൻറ്റഗ്രിറ്റി കോഡ് വെച്ചിട്ടാണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്. യൂസിങ് ദ സെക്യൂരിറ്റി എനേബിൾഡ് ഫീൽഡ് ഇൻ ദ ഫ്രെയിം കൺട്രോൾ പോർഷൻ ഓഫ് ദ 802.15.4 ഹെഡർ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു എനേബിൾ AES എൻക്രിപ്ഷൻ. അപ്പം AES എൻക്രിപ്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി എനേബിൾഡ് ഫീൽഡ് ഇൻ ദ ഫ്രെയിം കൺട്രോൾ പോർഷൻ, അത് യൂസ് ചെയ്യുന്നതാണ്. ദ ഫീൽഡ് ഈസ് എ സിംഗിൾ ബിറ്റ് ദാറ്റ് ഇസ് സെറ്റ് ടു 1 ഫോർ സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടി ആ ഒരു ഫീൽഡിലെ സിംഗിൾ ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പം വൺസ് ദ ബിറ്റ് സെറ്റ്, ആ ഒരു ബിറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ എ ഫീൽഡ് കോൾഡ് ദ ഓക്സിലറി security header is created after the source address field by stealing some bytes from the payload field. Payload field നിന്ന് കുറച്ച് ബൈറ്റ്സിനെ അവരെന്ത് ചെയ്യും? സ്റ്റീൽ ചെയ്യും, എടുക്കും. എന്നിട്ട് ഒരു ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ ക്രിയേറ്റ് ചെയ്യും. is created after source address field. Source address field കഴിഞ്ഞിട്ട് നമുക്കറിയാം സോഴ്സ് അഡ്രസ് ഫീൽഡ് എവിടെയാണെന്നല്ലേ നമ്മുടെ ഡയഗ്രത്തിനകത്ത് കണ്ടതാണ് സോഴ്സ് അഡ്രസ് ഫീൽഡ്. അപ്പോൾ ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സോഴ്സ് അഡ്രസ് ഫീൽഡ് കഴിഞ്ഞിട്ട് ഒരു ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ അവർ ബിൽഡ് ചെയ്തെടുക്കും. അത് എവിടെ നിന്നാണ് അതിൻ്റെ ബൈറ്റ്സ് കിട്ടുന്നത്? പേലോഡ് ഫീൽഡിൽ നിന്ന് കുറച്ച് ബൈറ്റ്സ് എടുത്തിട്ട് ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ ക്രിയേറ്റ് ചെയ്യും ആഫ്റ്റർ ദ സോഴ്സ് അഡ്രസ് ഫീൽഡ്. അതിൻ്റെ ഫിഗറാണ് കാണിക്കുന്നത്. IEEE 802.15.4 ഫ്രെയിം ഫോർമാറ്റ് അറ്റ് എ ഹൈ ലെവൽ വിത്ത് സെക്യൂരിറ്റി എനേബിൾഡ് ബിറ്റ് സെറ്റ് ആൻഡ് ദ ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ ഫീൽഡ് പ്രസൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ്. ഓക്സിലറി സെക്യൂരിറ്റി ഫീൽഡ് നിങ്ങൾക്ക് കാണാം അല്ലേ? സോഴ്സ് അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഓക്സിലറി സെക്യൂരിറ്റി ഹെഡറും കൂടെ ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്യൂരിറ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ ഒരു ഡയഗ്രം കൂടെ, അതായത് നമ്മൾ സാധാരണ നമ്മുടെ മാക്ലേറിൻ്റെ ഡയഗ്രം, അതിൻ്റെ അകത്ത് സോഴ്സ് അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഒരു ഫീൽഡും കൂടെ വരുന്നുണ്ട്. പേലോഡിൻ്റെയും സോഴ്സ് അഡ്രസ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഓക്സിലറി സെക്യൂരിറ്റി ഹെഡർ എന്ന് പറഞ്ഞ ഫീൽഡും കൂടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു IEEE 802.15.4. കുറച്ച് വലിയ ആൻസർ ആണ്, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പേപ്പറിലും ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ 11 മാർക്സ് 7 മാർക്ക് ഇഷ്ടം പോലെ മാർക്സ് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ശരിക്കും പ്രതീക്ഷിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇതിൽ മാത്സ് ഇത് മുഴുവൻ നമുക്ക് കാണാൻ പഠിച്ചു വെക്കാനോ അല്ലെങ്കിൽ പഠിച്ചു വെക്കാനോ പറ്റത്തില്ല, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിന്റ് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ നോക്കുക. അത്രയും എഴുതാൻ പറ്റുമോ അത്രയും ഓർമ്മയുണ്ടോ അത്രയും എഴുതുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതുക. താങ്ക് യു.